ഇപ്പോൾ മറ്റു വാർത്തയിലേക്ക് പോവുകയാണ്. ആശുപത്രി കഴിയുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ആരോഗ്യമന്ത്രി വീണ ജോർജ് സന്ദർശിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ആരോഗ്യമന്ത്രിയുടെ സന്ദർശനം. അതേസമയം ചികിത്സയ്ക്കായി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. നിംസ് ആശുപത്രിയിലെ ഡോക്ടർ മഞ്ജു തമ്പിയുടെ നേതൃത്വത്തിലാണ് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട CM നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ ഞാൻ ആശുപത്രിയിൽ സന്ദർശിച്ചത്. ഇന്നലെ CM അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നു, മകനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് CM നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ വന്ന് സന്ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ മകളെ കണ്ടു. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അമൽനാഥ് ഉണ്ട് തിരുവനന്തപുരത്ത്. അമൽ, എപ്പോഴായിരുന്നു മന്ത്രിയുടെ സന്ദർശനം? എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? മെഡിക്കൽ ബോർഡ് ഉൾപ്പെടെ രൂപീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മികച്ച ചികിത്സ തന്നെ ഉറപ്പുവരുത്താനുള്ള നടപടികളിലേക്ക് കടക്കുകയല്ലേ? തീർച്ചയായും കഴിഞ്ഞ ദിവസത്തോടു കൂടിയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ന്യൂമോണിയ ബാധയെ തുടർന്ന് നെയ്യാറ്റിൻകര നിംസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെ ഇന്ന് രാവിലെയോടുകൂടിയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹത്തെ ചികിത്സിക്കാൻ വേണ്ടി ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കുടുംബാംഗങ്ങളെയും മറ്റ് ബന്ധുക്കളെയും ആശുപത്രിയിൽ പോയതിന്റെ ഭാഗമായി തന്നെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ സാധിച്ചു എന്നും വീണ ജോർജ് പറയുന്നു. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യസ്ഥിതി സൂക്ഷ്മമായി ഇപ്പോൾ ആ മെഡിക്കൽ ബോർഡ് നിരീക്ഷിച്ചു വരികയാണ്. ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണെന്ന് ആ മെഡിക്കൽ ബോർഡിന്റെ ലീഡറായ ഡോക്ടർ മഞ്ജു തമ്പി വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തിനാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി അവിടെ ചികിത്സ തേടിയിട്ടുള്ളൂ. ഒപ്പം തന്നെ മരുന്നുകളോടൊക്കെ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ പ്രതികരിക്കുന്നുമുണ്ട്. ഉമ്മൻചാണ്ടി ആരോഗ്യനിലയിൽ തൃപ്തികരം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ, അതായത് ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ വന്നിരുന്നു. അതായത് ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങൾ, അതായത് ഭാര്യയും മക്കളും ഒന്നും ഉമ്മൻചാണ്ടിക്ക് മികച്ച ചികിത്സ നൽകുന്നില്ല എന്ന രീതിയിലുള്ള വലിയൊരു പരാതി തന്നെ വന്നിരുന്നു. ഇതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും DGPക്കും ഒക്കെ പരാതികൾ നൽകിയിരുന്നു. ഇദ്ദേഹത്തിന് 2015 കൂടി തന്നെ ക്യാൻസർ കണ്ടെത്തിയിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഒരു വ്യക്തമായ ചികിത്സ ഇദ്ദേഹത്തിന് നൽകിയില്ല എന്നും ആ ഒരു പരാതിയിൽ പറയുന്നു. ജർമ്മനിയിൽ ചികിത്സയ്ക്ക് ശേഷം ബാംഗ്ലൂരിലെ HCG ആശുപത്രിയിൽ തുടർ ചികിത്സക്കായി ആ സമയത്ത് അദ്ദേഹത്തെ കൊണ്ടുപോയിരുന്നു. ജനുവരി മാസം ആദ്യമായാണ് ഇദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം ബാംഗ്ലൂരുവിലേക്ക് തുടർ ചികിത്സയ്ക്കായി കൊണ്ടുപോയിട്ടില്ല എന്നും അദ്ദേഹത്തിന്റെ പരാതിയിൽ പറയുന്നു. അത് തന്നെയാണ് ഇപ്പോൾ അവരുടെ ആവശ്യം. അതായത് ഇദ്ദേഹത്തിന്റെ രോഗത്തിന് വിദഗ്ധമായ ചികിത്സ നൽകണം എന്ന രീതിയിലുള്ള ഒരു പരാതിയായിരുന്നു അലക്സ് വി ചാണ്ടി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യ നില തൃപ്തികരമാണ് എന്നാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുമുള്ള മറുപടി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ചികിത്സയ്ക്കായി നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാവിലെ തന്നെ എത്തി അദ്ദേഹത്തെ കണ്ടു. ഒപ്പം തന്നെ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖത്തിനാണ് അദ്ദേഹത്തിന് ചികിത്സ നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം തൃപ്തികരമാണ് എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അമൽ തിരുവനന്തപുരത്ത് നിന്ന്.